നീ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തുന്നു. എന്നാൽ നീ ഇപ്പോൾ ചെയ്ത തെറ്റിനുള്ള ഈ ശിക്ഷയുണ്ടല്ലോ, മുഴുവൻ സൺ സിറ്റിയും അനുഭവിക്കാൻ പോവുകയാണ്. ഈ സ്ഥലം ഭയങ്കര തണുപ്പാണല്ലോ. ടെമ്പു അണ്ണ, എത്രയും വേഗം സൺസിറ്റിയിലേക്ക് ചെല്ലൂ. എങ്കിൽ മാത്രമേ പ്ലാറ്റിനം കോയിൻ കൊണ്ട് നിറച്ച ഈ ട്രക്ക് നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് മിസ്റ്റർ ആൻഡ്രിയുടെ അടുത്ത് കൊണ്ടുപോയി ചേർക്കാൻ പറ്റൂ. കാരണം ഇത് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി അല്ലേ. ഡോണ്ട് വെറി മേയറേ, നമ്മുടെ പുറകെ കാവലിനായിട്ട് ഡിറ്റക്റ്റീവ് ചട്ട്പറ്റും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടിക്കുറുമ്പുകൾ ചെയ്യുന്ന കുട്ടിയെ നമ്മൾ ചട്ടമ്പി എന്ന് പറയും. ആരെങ്കിലും പ്രൊട്ടക്ഷൻ ചെയ്യുകയാണെങ്കിൽ അവര് ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. സാറേ, എന്തൊരു പഞ്ച ഡയലോഗാ പറഞ്ഞത്. ഞാൻ ഇതൊന്ന് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. അയ്യോ മേയർ സാറ്, എത്ര ആലോചിച്ചിട്ടും എനിക്കിതിനെ കുറിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. മിസ്റ്റർ ആൻഡ്രേ നമ്മുടെ ഈ സൺസിറ്റിയിലും വെച്ച് ഏറ്റവും വലിയ പണക്കാരനാ അയാള്. അങ്ങനെ ഉള്ളപ്പോ ഇത്രക്ക് പ്ലാറ്റിനം കോയിൻസ് വെച്ച് അയാൾ എന്താ ചെയ്യാൻ പോകുന്നത്? പ്ലാറ്റിനം വളരെ കോസ്റ്റ്ലി ആയ ഒരു സാധനമാണ്. അതുപോലെ അത് വളരെ റയറുമായ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരുപാട് പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ മേടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയ സ്റ്റാച്യൂസ് എക്സെട്രാ എക്സെട്രാ. പിന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന അവസാനത്തെ ഡെലിവറി ഈ പ്ലാറ്റിനം കോയിൻസ് ആണ്. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ചും സംരക്ഷിച്ചും മിസ്റ്റർ ആൻഡ്രിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ്. ഐസ് വെരി നൈസ്. പ്ലാറ്റിനത്തിന് ഈ ഐസി തീർച്ചയായും സ്വന്തമാക്കിയിരിക്കും. എന്റെ ദൈവമേ, വീണ്ടും നിന്റെ R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. ടെൻഷൻ കാരണം വിശപ്പൽപ്പം കൂടിപ്പോയി. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡേഞ്ചർ. R7 ആ ദിക്കുന്ന സിഗ്നൽ കാണിക്കുന്നേ. ഞാനിപ്പോ ഉടനെ തന്നെ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം ആ ഡയറക്ഷനിലേക്ക് ചെല്ലേ. തീർച്ചയായിട്ടും അവിടെ എന്തോ അപകടം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കേ ബഡി കീക്കോ. ഈ ഐസ് കൊണ്ടുണ്ടാക്കിയ ബ്രിഡ്ജ് പെട്ടെന്ന് എവിടുന്ന വന്നത്? ടെമ്പോ അണ്ണ, വേഗം ബ്രേക്ക് ചവിട്ട്. സൂക്ഷിച്ചു വേണം. ഈ ഐസിൽ ബ്രേക്ക് അടിച്ചാലും വണ്ടി നിൽക്കില്ല സാറേ. അയ്യോ എടോ, താൻ എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ ഏരിയ മൊത്തം കുൽഫി ആയി പോയല്ലോ. എല്ലായിടത്തും മാറ്റിടോ, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ.
നിങ്ങളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാവില്ല. ഞാനത് എടുത്തോണ്ട് പോവും. ഞാനാണ് ഐസി. ഈ ഐസിയെ ജയിക്കാൻ ആർക്കും കഴിയില്ല. പ്ലാറ്റിനം എനിക്കുള്ളതാണ്. ഐസി സ്പൈസി. ഇനി നിങ്ങൾ എല്ലാവരും മരവിച്ച ഐസ് ശില്പമായി മാറും. അപ്പൊ നമുക്ക് പിന്നെ കാണാം. അത് കണ്ടോ, ആരോ ആ ട്രക്കിൽ നിന്ന് കൊള്ളയടിക്കുന്നുണ്ട്. സൂപ്പർ സ്പീഡോ, വേഗം അവനെ തടഞ്ഞു നിർത്തണം. ഓക്കെ കിക്കോ. ദേ നോക്കൂ മിസ്റ്റർ, നിങ്ങൾ ഈ ട്രക്കിൽ നിന്ന് കൊള്ളയടിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ ആ കോയിൻസ് എല്ലാം തിരിച്ചു കൊടുത്തിട്ട് തെറ്റ് ശരിയാക്കി മാറ്റൂ. ആണോ? ഞാനത് തിരിച്ചു കൊടുക്കണോ? ശരി, വാങ്ങിച്ചോ. ഇന്നാ പിടിച്ചോ. ഇതാ നിന്റെ കോയിൻസ്. നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് ടോഫി വാങ്ങിച്ച് കഴിക്ക്. മോഷ്ടിക്കുന്നവരെ ഞാൻ ഒരിക്കലും വിട്ടുവയ്ക്കാറില്ല. ചിരിക്ക്. എല്ലാവരും നല്ലോണം ചിരിക്ക്. സൂപ്പർ സ്പീഡോ, ആ ഐസി സ്പൈസി നിന്നെ ചേർത്ത് ഫ്രീസ് ചെയ്ത് കളഞ്ഞല്ലോ. ആ, അവന്റെ കഥ ഇതോടെ തീർന്നു. അടുത്തതായി നിന്നെയാണ് ഞാൻ ഫ്രീസ് ചെയ്യാൻ പോകുന്നത്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 47 അപ്ലൈ ചെയ്യ്. എന്നിട്ട് ആ ഐസ് ബ്രേക്ക് ചെയ്ത് നീ പുറത്തേക്ക് വന്നേക്ക്. അതുവരെ ഞാൻ ഐസി സ്പൈസിയെ ഫോളോ ചെയ്യാം. ഓക്കെ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 47. ഞാൻ എന്റെ അൾട്രാ ഹീറ്റഡ് UV റേസ് ഉപയോഗിച്ച് മുകളിലുള്ള ബസ് താഴേക്ക് കൊണ്ടുവന്നേക്കാം. എന്നിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കാം. ഓഹോ, ഈ ചെറുക്കൻ അത്ര പെട്ടെന്നൊന്നും എന്നെ വിട്ട് പോകില്ലെന്നാ തോന്നുന്നേ. അവനെ തടഞ്ഞു നിർത്താൻ ഐസ് കൊണ്ടൊരു ചുവരുണ്ടാക്കിയേ മതിയാകൂ. ഐസി ഐസ്, സോ നൈസ്. പ്ലാറ്റിനം അടിച്ചു മാറ്റുന്നത് ഈ ഐസി സ്പൈസിയുടെ ചോയ്സ് ആണ്. എന്റെ ഈ ഐസ് വാളിനെ പോലും നീ തകർത്തു അല്ലേ? എന്നാൽ ഇപ്പൊ നോക്കാം എന്റെ ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് നീ എങ്ങനെയാണ് പുറത്തു വരുന്നുവെന്ന്. ഇത്രയും വലിയ ഐസ് ബോളിനെ എനിക്ക് കിക്ക് ചെയ്ത് തകർക്കാൻ പറ്റില്ല. ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തണം. മറ്റൊരു കാര്യമുണ്ട്, എവിടെ ട്രിക്ക് വർക്കൗട്ട് ആവുന്നോ അവിടെ കിക്കിന്റെ ആവശ്യമില്ല. ഈ ചക്രവ്യൂഹം തകർത്തെറിഞ്ഞ് പുറത്തേക്ക് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എല്ലാം ഞാൻ വെള്ള നിറത്തിൽ മാറ്റിയെടുക്കും. അതാണ് ഐസി സ്പൈസിയുടെ പവർ. പേടിക്കണ്ട കീക്കോ, ഞാൻ ഇപ്പൊ തന്നെ എന്റെ അൾട്രാ വയലറ്റ് ഹീറ്റഡ് റേസ് കൊണ്ട് നിന്റെ ഐസ് തകർത്തേക്കാം. നീ പഴയതുപോലെ നോർമൽ ആവും. Hey buddy Kiko, are you okay? താങ്ക് യു സൂപ്പർ സ്പീഡോ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കൂട്ടുകാര് അവന്മാരെല്ലാവരെയും ഞാൻ ഐസിൽ നിന്ന് ഫ്രീസ് ആക്കി കഴിഞ്ഞു. ഗുഡ് ജോബ് സൂപ്പർ സ്പീഡോ. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, ഫോർമുല നമ്പർ 138 അപ്ലൈ ചെയ്ത് ആ ഐസി സ്പൈസിയെ ഫോളോ ചെയ്യേ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 138. എന്റെ അൾട്രാ ഹീറ്റഡ് UV റേസ് ഉള്ളത് കൊണ്ട് ഐസി സ്പേസിലെ ഐസ് കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
അവര് വളരെ ഹീറ്റായ എന്തോ ഒരു കവറിംഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ ഐസ് ഒക്കെ ഇമീഡിയറ്റ് ആയിട്ട് മെൽറ്റ് ആയി പോകുന്നത്. സാരമില്ല, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങളുടെ കഥ അവസാനിപ്പിക്കാൻ എന്റെ കയ്യിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന അറ്റാക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്. പമ്പരം പോലെ കിടന്ന് കറങ്ങാൻ പോവുക. സൺഡേ, സാറ്റർഡേ, സൺഡേ. സ്പീഡോ വേഗം ബ്രേക്ക് അപ്ലൈ ചെയ്യേ. ഐസ്, ഐസ്, വെരി നൈസ്. പ്ലാറ്റിനത്തെ കൊള്ളയടിക്കുന്നത് ഈ ഐസി സ്പൈസിയുടെ ചോയ്സ് ആണ്. കീക്കോ, എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള ഐഡിയ ആലോചിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ലൂപ്പിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 68. കലക്കി കീക്കോ, നിന്റെ ഐഡിയ ഏതായാലും കൊള്ളാം. ആക്ടിവേറ്റിംഗ് ഫോർമുല 68. പക്ഷേ ആ ഐസി സ്പൈസി ഈ ഗ്യാപ്പിൽ എങ്ങോട്ടാ ഓടിപ്പോയത്? ഡോണ്ട് വറി കീക്കോ, എത്രയും പെട്ടെന്ന് അവൻ എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. ഐസി സ്പൈസിയെ തോൽപ്പിക്കണമെങ്കിൽ അതൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. പ്രയാസത്തിലും പ്രയാസം, വളരെ വളരെ വലിയ പ്രയാസം. പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാനൊരു അല്പം മഷ്റൂം കഴിച്ചോട്ടെ. എനിക്കിപ്പോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഷടാ, ഇതിലൊരു പ്രയാസവും ഇല്ലെന്നേ. ഒരു കാര്യം അറിയോ, ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഐസ് റെഡിയാക്കി കൊണ്ടുവരുന്നവനെ എടുത്തിട്ട് പെരുമാറി ഗുൾഫിയാക്കി മാറ്റി. അന്ന് മുതൽ അവൻ ഓരോ സ്റ്റേറ്റ് ആയിട്ട് ചെന്ന് ഗുൾഫി വിൽക്കുകയാണ്. കാര്യമായിട്ട് പറയാണോ മേയർ അങ്കിൾ? പിന്നല്ലാതെ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഇപ്പോൾ മഴ പോലെ ഗുൾഫി വന്ന് വീഴട്ടെ. എന്നെ വെച്ച് ഭയങ്കര തണുപ്പാണല്ലോ. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞെല്ലാം പച്ച കള്ളമല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞ ഒരു കള്ളം കാരണം നമുക്ക് ഇത്രയും ഗുൽഫി ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുക. റോഡ് മൊത്തം കണ്ണാടി പോലെ ഐസ് കൊണ്ടുണ്ടാക്കി കളിപ്പിക്കുക. സാറപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ ഐസി സ്പൈസി ആൻഡ്രിയുടെ കയ്യിലുള്ള പ്ലാറ്റിനം അടിച്ചു മാറ്റാൻ തീർച്ചയായും വരുമെന്ന്. കാരണം പ്ലാറ്റിനം ടിക്കി സുക്കി അതിന്റെ സേഫ്റ്റിക്കുള്ള ചാർജ് മിസ്റ്റർ ആൻഡ്രിയ എനിക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? മമ്മി, രക്ഷിക്കണേ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട അങ്കിൾ. ഈ ടോണിയുടെ പഞ്ചിന് മുന്നിൽ വലിയ വലിയ ഐസി സ്പൈസ് ഒക്കെ ഫ്രീസായി നിന്നിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടല്ലോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. കൊച്ചു പിള്ളേരെ പട്ടം പറത്തി കളിക്കുന്നത് പോലെ അതുപോലെ ഇപ്പൊ ടോണി ബോസ് ഏതൊരു കാര്യത്തിനെ മടിച്ച് പറപ്പിക്കും. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഞാൻ ചെന്ന് ആൻഡ്രിയ അങ്കിളിനെ കണ്ടിട്ട് വരാം. എങ്കിലേ ഐസി സ്പൈസിയുടെ അടുത്ത അറ്റാക്ക് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയൂ. എന്റെ ദൈവമേ, ഇത് വീടാണോ അതോ കൊട്ടാരമോ? ഞാനെന്തെങ്കിലും കഴിക്കട്ടെ. ആൻഡ്രി അങ്കിൾ ഉണ്ടല്ലോ, അയാളെ കുറിച്ച് രണ്ടു വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ റിച്ച് ആണ്. എന്റെ ദൈവമേ, ഒരുപാട് മെഡൽസ് ഉണ്ടല്ലോ. ആന്റി അങ്കിൾ ഒരു കാലത്ത് സൂപ്പർ ഷൂട്ടർ ആയിരുന്നു. ഈ പ്രൈസസ് എല്ലാം അദ്ദേഹം ഷൂട്ടിംഗ് കോമ്പറ്റീഷന് ജയിച്ചു വാങ്ങിയതാണ്. ഇതാ മിസ്റ്റർ ആൻഡ്രേ, ഈ ഇൻഷുറൻസ് പേപ്പറിൽ സൈൻ ചെയ്തേക്കൂ. അടുത്ത മാസം നിങ്ങളുടെ ഇൻഷുറൻസിന്റെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. സോറി ആൻഡ്രിയ അങ്കിൾ, എനിക്ക് നിങ്ങളുടെ പ്ലാറ്റിനം കോയിൻസിനെ രക്ഷിക്കാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ കിക്കോ. അവൻ ആളൊരു പെരുങ്കളനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ലില്ല, എനിക്കൊരു പ്രശ്നമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്കിളിന്റെ കയ്യിൽ പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളുണ്ടോ? അതെ അതെ ഉണ്ട്, ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. അതെല്ലാം എന്റെ കമ്പനിയുടെ സേഫ് ലോക്കറിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പേടിക്കുന്നത് ഇപ്പോ ആ കൊള്ളക്കാരൻ ഇങ്ങോട്ട് വന്ന് എന്റെ എല്ലാ കോയിൻസും പ്ലാറ്റിനം അങ്ങ് അടിച്ചുകൊണ്ട് പോയില്ലേ, അതുപോലെ അവൻ വീണ്ടും വന്ന് എന്റെ പ്ലാറ്റിനം ശില്പങ്ങൾ കൊണ്ടുപോയാലോ? ഒരു കാര്യം അറിയാമോ കിക്കോ, എന്റെ കയ്യിൽ ഒരുപാട് പ്ലാറ്റിനം കോയിൻസ് ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഇപ്പൊ ഒരെണ്ണം പോലും ഇല്ല. ആ ഐസി സ്പൈസി എല്ലാത്തെയും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുക. പക്ഷേ മിസ്റ്റർ ആൻഡ്രേ, വലിയ രീതിയിലുള്ള നഷ്ടം ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്കാണ് ഉണ്ടായിരിക്കുന്നത്.
അതെങ്ങനെയാ? മിസ്റ്റർ ആൻഡ്രേ തന്റെ എല്ലാ പ്ലാറ്റിനം പ്രോപ്പർട്ടിക്കും ചേർത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നു. ഇനിയിപ്പോ ഞങ്ങളുടെ കമ്പനി അദ്ദേഹത്തിന്റെ നഷ്ടത്തിന് ഒരു റിട്ടേൺസ് കൊടുത്തേ പറ്റൂ. ഒരുപക്ഷെ ആ പ്ലാറ്റിനം സ്റ്റാച്യൂസ് ഇതുപോലെ അടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതോടെ ഞങ്ങളുടെ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. വരൂ, ഞാൻ നിങ്ങളെ സെൻഡ് ഓഫ് ചെയ്തിട്ട് വന്നേക്കാം. ഐസ് ഐസ് വെരി നൈസ്. പ്ലാറ്റിനം കൊള്ളയടിക്കുന്നത് ഈ ഐസി സ്പൈസിയുടെ ചോയ്സ് ആണ്. ഐസി സ്പൈസി പറന്ന് പറന്നൊരു റൗണ്ട് പോയിട്ട് വരാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 60 അപ്ലൈ ചെയ്യേ. ഓക്കേ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 60. നീ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തുന്നു. എന്നാൽ നീ ഇപ്പോൾ ചെയ്ത തെറ്റിനുള്ള ഈ ശിക്ഷയുണ്ടല്ലോ, മുഴുവൻ സൺ സിറ്റിയും അനുഭവിക്കാൻ പോവുകയാണ്. വെരി നൈസ്. പ്ലാറ്റിനം കൊള്ളയടിക്കുന്നത് ഐസി സ്പൈസിയുടെ ചോയ്സ് ആണ്. സൂപ്പർ സ്പീഡോ എന്റെ കൂട്ടുകാരെ എല്ലാം ഡീപ് ഫ്രീസ് ചെയ്തിട്ട് പോകാം. ഓക്കേ കിക്കോ. കീക്കോ, ഐസിലിന്റെ ടയർ സ്ലിപ്പ് ആവുകയാണ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 147 അപ്ലൈ ചെയ്യേ. ഓക്കേ, ആക്ടിവേറ്റിംഗ് ഫോർമുല 147. സൂക്ഷിച്ചു പോ സൂപ്പർ സ്പീഡോ. സൂപ്പർ സ്പീഡോ നിന്റെ അൾട്രാ ഹീറ്റഡ് യുവി റേസ് ഐസിനെ ചിന്ന ഭിന്നമാക്കുകയാണ്. നമ്മളും അതിൽ ചെന്ന് കുടുങ്ങുന്ന തോന്നുന്നേ. യുവി റേസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യേ. കീക്കോ, യുവി റേസിന്റെ മോഡ് ഞാൻ ക്ലോസ് ചെയ്തേക്കാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 169. ആക്ടിവേറ്റിംഗ് ഫോർമുല 169. എന്റെ കയ്യിൽ നിന്നും അടി വാങ്ങാതെ ഈ സൂപ്പർ സ്പീഡ് ഒരിക്കലും പിൻവാങ്ങില്ലെന്നാ തോന്നുന്നത്. കീക്കോ, ഐസിയുടെ ഈ പഞ്ച് എനിക്ക് വലിയ രീതിയിൽ ഡാമേജ് ഏർപ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ അങ്ങ് പോയാൽ അടുത്ത 4-5 അറ്റാക്കിൽ എന്റെ സിസ്റ്റം ടോട്ടലി ഹാങ് ആവും എന്നാണ് തോന്നുന്നത്. ശരി സൂപ്പർ സ്പീഡോ, ഐസി സ്പൈസിയുടെ വാഗനൽ കണക്ട് ആയിരിക്കുന്ന ആ ടെന്റാക്കിൾ അങ്ങ് കട്ട് ചെയ്തേക്ക്. ഫോർമുല നമ്പർ 275 അപ്ലൈ ചെയ്യേ. ആ, ഐസി സ്പൈസി ഈ ഫയർ സർക്കിളിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുന്നെന്ന് നമുക്ക് നോക്കാം. ഐസ് ഐസ് വെരി നൈസ്. പ്ലാറ്റിനം കൊള്ളയടിക്കുന്ന കാര്യത്തിൽ അത് ഐസി സ്പൈസിയുടെ ചോയ്സ് ആണ്. ഇനി ഒരിക്കലും അവനെ വിട്ടുവെക്കാൻ പാടില്ല. ശരിക്കും ഈ ഐസി സ്പൈസി ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ?
ഈ ഐസി സ്പൈസി മറ്റാരുമല്ല, ആൻഡ്രിയ തന്നെയാണ്. ഇയാളുടെ സ്വന്തം പ്ലാറ്റിനം ഇയാൾ തന്നെ മോഷ്ടിച്ചോണ്ടിരിക്കുക. സെറ്റപ്പും ഗെറ്റപ്പും എല്ലാം മാറ്റി കൊള്ളയടിക്കുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. എന്തായി പറഞ്ഞത്? സാരപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല കിക്കോ. ഈ കാര്യം നിനക്ക് എപ്പോഴാ എങ്ങനെയാണ് മനസ്സിലായത് ആൻഡ്രിയാണ് ഐസി സ്പൈസി എന്ന്? ഞാൻ ആൻഡ്രിയെ കാണാനായി വീട്ടിലേക്ക് ചെന്നിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അയാൾ ഒരു കാലത്ത് ബെസ്റ്റ് ഷൂട്ടർ ആയിരുന്നു. അയാൾ അങ്ങനെ വിജയിച്ചു വാങ്ങിച്ച ഒരുപാട് ട്രോഫീസും മെഡൽസും ഞാൻ കണ്ടു. ഐസി സ്പൈസിയുടെ ടാർഗറ്റ് പോലും വളരെ നന്നായിരുന്നു. അതിനുശേഷം ഞാൻ കണ്ടു ആൻഡ്രിയയും ലെഫ്റ്റ് ഹാൻഡിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഐസി സ്പൈസിയും എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് ഹാൻഡിലാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ തന്നെ എനിക്ക് അയാളോട് സംശയം തോന്നിയതാ. അയാളുടെ ഇത്രയധികം പ്ലാറ്റിനംസ് മോഷണം പോയതിനു ശേഷവും അയാൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. എന്റെ സംശയം എപ്പോഴാണ് ക്ലിയർ ആയെന്ന് ചോദിച്ചാ ആൻഡ്രിയയുടെ പോക്കറ്റിൽ നിന്ന് പുറത്തു വന്ന് വീണ ഈ കോയിൻ കണ്ടതിന് ശേഷമാ. ആൻഡ്രിയ എന്നോട് പറഞ്ഞത് കള്ളന്മാർ എല്ലാ കോയിൻസും അടിച്ചോണ്ട് പോയിന്നാ. എന്നാ പിന്നെ ഈ കോയിൻ മാത്രം അയാൾക്ക് എവിടുന്ന് കിട്ടി? അതിനുശേഷം ഞാനും സൂപ്പർ സ്പീഡോയും അയാളെ വാച്ച് ചെയ്തോണ്ടേയിരുന്നു. അവസാനം അയാളെ പിടിക്കേണ്ട വിധത്തിൽ പിടിച്ചു. അയ്യോ, എന്ന് വെച്ചാ മിസ്റ്റർ ആൻഡ്രേ ഐസി സ്പൈസിയായി മാറിയിട്ട് തനിക്ക് സ്വന്തമായ പ്ലാറ്റിനം അയാൾ തന്നെ എന്തിനാ മോഷ്ടിച്ചത്? കാരണം മോഷണം പോയി എന്ന് പറഞ്ഞ അയാൾക്ക് ആ പ്ലാറ്റിനത്തിന് പകരം ഇൻഷുറൻസ് കിട്ടില്ലേ? അതായത് ഒരു കല്ലിൽ 2 മാങ്ങ. മാങ്ങയോ മാമ്പഴമോ? പേര് കേട്ടപ്പോ എന്റെ വായി കപ്പലോടുന്നു. ഞാനൊരു മാംഗോ കാൻഡി കഴിച്ചോട്ടെ.